Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന നമ്മുടെ ജെനീറ്റ് വിന്റർസണിനെ കുറിച്ചാണ്. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഈ റൈറ്ററിനെ കുറിച്ച്? ജെനീറ്റ് വിന്റർസൺ. ഓക്കെ, ചോദ്യപേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ തന്നെ നമുക്ക് റൈറ്ററിനെ കുറിച്ച് ക്വസ്റ്റൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റൈറ്ററിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുടെ പേര്, റൈറ്റിംഗ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റനിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്ററിന്റെ ഒരു പോർട്രൈറ്റ് എന്ന് പറയുന്നത്, ജെനീറ്റ് വിന്റർസൺ. ഓക്കെ, കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ഹർ ബാക്ക്ഗ്രൗണ്ട് ഇൻ എ പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ bring and brought up in a Pentecostal Christian community, which deeply influenced her writing, particularly in her debut novel Oranges Are Not the Only Fruit. Okay, അപ്പോൾ ജെനീറ്റ് വിന്റർസന്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്, ഡെബ്യൂട്ട് നോവൽ എന്ന് പറയുന്നത് ഇതാണ്, ഓറഞ്ചസ് ആർ നോട്ട് the only fruit. Okay, oranges are not the only fruit. Okay, they are not the only fruit. There are more fruits എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ് ശരിക്കും ഇതിനകത്ത് കൺവേ ചെയ്യുന്നത്. ഡെബ്യൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ ലൈഫുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഐഡിയാസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്. ഹർ വർക്ക് ഓഫൺ എക്സ്പ്ലോർ തീംസ് ഓഫ് ഐഡന്റിറ്റി, ജെൻഡർ, സെക്ഷുവാലിറ്റി ആൻഡ് റിലീജിയൻ, frequently using unconventional and experimental writing style while fragmented narratives, metafiction and manipulating time. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് തീംസ് ആയിട്ട് ഐഡന്റിറ്റി ഒരു വലിയ തീമാണ്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അടക്കമുള്ള ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സെക്ഷുവാലിറ്റി, ഓക്കെ, സെക്ഷുവാലിറ്റി ഈസ് എ ഡോമിനന്റ് തീം. ആൻഡ് ഓൾസോ റിലീജിയൻ, ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് തീമുകളായിട്ട് ജെനീറ്റ് വിന്റർസൺ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ റൈറ്റേഴ്സും കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റൈലിൽ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പം അൺകൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റൈലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണ്, അതിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ട് മൂവ് ചെയ്ത ഒരാളാണ് നമ്മുടെ ജെനീറ്റ് വിന്റർസൺ. ഓക്കെ, she is also known for her essays on imagination, reality and the value of art in a monetized society, and for critics of technology and its impact on human autonomy. Okay, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിറ്റിക്സ് ഓൺ ടെക്നോളജിയും അതുപോലെ തന്നെ ഹ്യൂമൻ ഓട്ടോണമിക്ക് മേൽ എന്ത് ഇമ്പാക്റ്റ് ആണ് അത് കൊണ്ടുവന്നത്, ഒപ്പം തന്നെ മോണിറ്റൈസ് സൊസൈറ്റി, ഇതൊക്കെ തീമുകളാണ്. ഓക്കെ, അതായത് പൊതുവേ നമ്മൾ കാണുന്ന ലവ് സ്റ്റോറീസ്, ഫാമിലി റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനുള്ളിലൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, ആരും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു അൺകൺവെൻഷണൽ സ്റ്റൈലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ജെനീറ്റ് വിന്റർസൺ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസസിലാണ് റൈറ്റേഴ്സ് കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ റൈറ്റേഴ്സിന്റെ വർക്കുകൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബയോഗ്രഫിക്കൽ ആൻഡ് തീമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്ബ്രിങ്ങിങ്, റേസ്ഡ് ഇൻ എ പെന്റക്കോസ്റ്റൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഇല്ലേ? അപ്ബ്രിങ്ങിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പെന്റക്കോസ്റ്റൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാംനെസ്സിലായിരുന്നു വളർന്നത്. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഇൻ ഇംഗ്ലണ്ട് വിച്ച് ബിക്കെയിം എ മേജർ സബ്ജക്ട് ഫോർ ഹർ ആൻഡ് വാസ് ഫിക്ഷണലൈസ്ഡ് ഇൻ ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു പ്ലേസിന് മാക്സിമം ഇമ്പാക്ട് കൊടുത്തിട്ടുള്ള ഒരു ഡെബ്യൂട്ട് നോവൽ കൂടെയാണ് ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സ്പ്ലോർഡ് ഇൻ ഹർ ഓട്ടോബയോഗ്രഫി why be happy when you can be normal. Okay, why be happy when you can be normal. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ ചോദിക്കുന്ന തരത്തിലുള്ള പേരുകളാണ് വർക്കുകൾക്കൊക്കെ കൊടുക്കാറുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള പേരുകളാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഐഡന്റിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി നോക്കാനാണെങ്കിൽ ഹെർ റൈറ്റിംഗ് ഫ്രീക്വന്റ്ലി ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സ് ആൻഡ് നറേറ്റീവ്സ് ദാറ്റ് ചാലഞ്ച് ട്രഡീഷണൽ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി നോംസ്, ഫോക്കസിംഗ് ഓൺ ഫ്ലൂയിഡിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അദർനെസ്. ഓക്കെ, എന്താണ് ഈ അദർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ അദർനെസ്? അതായത് എപ്പോഴും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അതർ എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, അല്ലെ? മെയിൻ സ്ട്രീമിൽ നിന്നും അതർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുകയാണ്, അല്ലെ? അപ്പൊ ഈ അതർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇവിടെ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നും ഇല്ലാതെ അവരുടേതായിട്ടുള്ള ലൈഫ് സ്ലേവ്സിനെ പോലെ ജീവിക്കേണ്ടി വരുന്നവരാണ്. ഓക്കെ, അപ്പൊ നോ റൈറ്റ്സ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ അതർനെസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അവർക്കൊരു ശബ്ദമാകാനായിട്ട് നമ്മുടെ വിന്റർസൺ ശ്രമിച്ചിട്ടുണ്ട്. റിലീജിയൻ explores her complex relationship with her religious upbringing, including themes of faith, rebellion and exorcism. Okay, അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള അപ്ബ്രിങ്ങിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ലേഡിയാണ്. സോ അതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ഇറ്റ്സ് ഇമ്പാക്ട്. ഓക്കെ, അതിന്റെ ഒരു ഇമ്പാക്റ്റും തന്റെ വർക്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് കീ വർക്ക്സ് നോക്കാനാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെബ്യൂട്ട് നോവലിന്റെ പേര് നോക്കിക്കേ, ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്. ഓക്കെ, ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്. ഹെർ
first novel, a semi-autobiographical work about a lesbian's coming of age in a religious community. Okay, lesbian themes ഒക്കെ തന്നെ ഇന്ന് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, തീമുകളാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിന്റർസൺ എഴുതുന്ന സമയത്ത് വളരെ ഫ്യൂ റൈറ്റേഴ്സ് മാത്രം ടച്ച് ചെയ്തിട്ടുള്ള തീമുകളായിരുന്നു ഇത്. എക്സ്പെരിമെന്റൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യൂസ് നോൺ ലീനിയർ പ്ലോട്ട്സ്, മെറ്റാഫിക്ഷൻ ആൻഡ് മാജിക്കൽ റിയലിസം ടു ചാലഞ്ച് റീഡർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ക്രിയേറ്റ് യുണീക് ലിറ്റററി എക്സ്പീരിയൻസ്. ഓക്കെ, വളരെ മികച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം വായനക്കാർക്ക് നൽകാനായിട്ട് റൈറ്റിംഗ്സിലൂടെ ശ്രമിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിന്റർസന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കീ തീംസിനകത്ത് നോക്കിക്കേ, നോവൽസ് ഓഫൺ ഇൻവോൾവ് ഇന്റർപ്ലേ ഓഫ് ഫാന്റസി ആൻഡ് റിയാലിറ്റി, ലവ് ആൻഡ് ലോസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ്, ഹിസ്റ്ററി ആൻഡ് ടെക്നോളജി. ഓക്കെ, ഹ്യൂമൻസും ഹിസ്റ്ററിയും ടെക്നോളജിയും ഒക്കെ തന്നെ റൈറ്ററിന്റെ വർക്കുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീമുകളാണ്. ഓക്കെ, അപ്പൊ ജെനറ്റ് വിന്റർസനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു പ്രത്യേകത എല്ലാ വിന്റർസൺ നോവലുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൊസൈറ്റി അൺകൺവെൻഷണൽ എന്ന് വിചാരിക്കുന്ന പല തീമുകളും ഓപ്പൺ അപ്പ് ചെയ്ത് എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. ഇനി നമുക്ക് അതർ ആസ്പെക്ട്സും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ആർട്ട് ആൻഡ് ഇമാജിനേഷൻ ആർഗ്യൂസ് ദാറ്റ് ആർട്ടിസ്റ്റ് ആർ വിഷണറീസ് ഹു എൻവിഷൻ ബെറ്റർ റിയാലിറ്റീസ്. ഇത് നമ്മുടെ വിന്റർസന്റെ അഭിപ്രായമാണ് കേട്ടോ. And that art has a value beyond money, promoting imagination, human connection in an increasingly commercialized world. അല്ലേ, അപ്പം കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ ആർട്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ആ ആർട്ട് നമുക്ക് പ്രോപ്പർ സെൻസിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ക്വാളിറ്റീസ് ആൻഡ് പെക്യുലാരിറ്റീസ്. ഓക്കെ, ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഹാസ് observed concerns about the power of large technology companies, the bias of algorithm, and also the need for a more democratic approach to technological development. Okay, അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള മേഖലകളിലുള്ള വളർച്ചയോട് കുറച്ചും കൂടെ നമ്മളൊരു താല്പര്യത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കണം അല്ലേ. ഒരിക്കലും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ നമ്മൾ ദൂരെ നിർത്താനായിട്ട് പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാസ് won numerous awards including Whitebread Prize for her first novel and an OBE for her services to literature. Okay, അപ്പോൾ വേരിയസ് അവാർഡുകളൊക്കെ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അതൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ജെനറ്റ് വിന്റർസൺ എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിന്റെ പേര് മറന്നു പോകാൻ പാടില്ല. നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചസ് ആർ നോട്ട് ദ ഒൺലി ഫ്രൂട്ട്. ആരുടെ വർക്കാണ്? വിന്റർസന്റെ വർക്കാണ്. അതുപോലെ തന്നെ ഇതൊരു ഡെബ്യൂട്ട് നോവൽ കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു ഓൾ ഓഫ് യു.